ഓണപ്പറമ്പിലുള്ള മുഴുവൻ മനസ്സിന്റെ മനസ്സുകളും ഈ പ്രസ്ഥാനത്തിലേക്കാകും. അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നാട് മറുപടി തരും. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുത്തെ ഭരണകൂടത്തോടൊരു കാര്യം പറയാനുണ്ട്. വളരെ ബഹുമാനത്തോടെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. കേരളം ഒരുപാട് മറ്റ് സംഘടനകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കറുത്ത അധ്യായം മാറ്റിക്കുറിക്കാത്ത ഒരു സ്ഥലം തളിപ്പറമ്പിന്റെ പരിസരമാണ് എന്ന് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നും കൂടെ ഞങ്ങൾക്കറിയാം. ഈ ഓണപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് 4 വർഷത്തിനുള്ളിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത കേസ് 5-ലധികമല്ല. രജിസ്റ്റർ ചെയ്യാതെ മൂക്കുമ്മ തട്ടിയിട്ട് ഇങ്ങനെ സങ്കടം പറഞ്ഞ കേസ് കുറെ. പക്ഷേ കൊട്ടിലും വെള്ളിക്കലിലും തുടങ്ങി വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഈ പാവപ്പെട്ട പ്രവർത്തകന്മാര് വാൾ കൊണ്ടും ബോംബ് കൊണ്ടും കടാര കൊണ്ടുമൊക്കെ പ്രതികരിച്ച വിഭാഗത്തിനെതിരെ വളരെ സംയമനത്തോടെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തളിപ്പറമ്പിന്റെ പരിസരത്തിലുള്ള ഏറ്റവും വലിയ പ്രയാസകരമായ ഒരവസ്ഥ, നിയന്ത്രണ വിധേയമല്ലാത്ത ഒരു വിഭാഗം അക്രമകാരികളെ പുഴവക്കത്തിട്ട് പോറ്റുന്നവർ ആരൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി അവരെ പിടിച്ചെടുക്കാനാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ആ രീതിയിലുള്ള പല അക്രമങ്ങളുമാണ് നടക്കുന്നത്. ഓണപ്പറമ്പിന്റെ പള്ളിയിൽ 1 ഇഞ്ച് രക്തം തളം കെട്ടി നിന്ന ദിവസം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അന്ന് ഇതുപോലത്തെ ഒരു പ്രതിഷേധ റാലി നടത്തിയിട്ടില്ല, ക്ഷമിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ മരണം മുഖാമുഖം കണ്ടു കിടക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ണൂരിന്റെതെന്നല്ല, ഏതെങ്കിലും ഒരു മുഖത്ത് ഒരു ചെറിയ ഒരു പല്ലിക്കുട്ടിയെ പോലും ഞങ്ങൾ ഇതിന്റെ പേരിൽ നോവിച്ചിട്ടില്ല. പക്ഷേ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് വളരെ വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെയുള്ള അപേക്ഷ, അക്രമി സംഘത്തിൽപ്പെട്ട മുഴുവൻ വിഭാഗത്തിൽ നിന്ന് ഒരൊറ്റ ഒന്നിനെ പോലെയെങ്കിലും ഒഴിവാക്കാതെ ഈ കേസെങ്കിലും വിജയിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചാൽ അത് തളിപ്പറമ്പിന്റെ വിജയമാണ് എന്ന് ഞങ്ങൾ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ താഴ്മയോടുകൂടി ഒരു കാര്യവും കൂടെ പറയട്ടെ. ഇത് കേരളത്തിലുള്ള വിഘടിത വിഘടിസ്ഥാനക്രമമാണ്. ഈ അക്രമത്തിലൂടെ കേരളത്തിന്റെ മണ്ണിൽ ഇനി സുന്നി പ്രവർത്തകന്മാർക്ക് സ്വസ്ഥമായി പ്രവർത്തിക്കാനുള്ള അവകാശം കിട്ടുന്നില്ലെങ്കിൽ അന്തിമ വിജയം കണ്ടെത്തുന്നതുവരെ എവിടെ വരുന്ന സത്യാഗ്രഹം നടത്തേണ്ടി വന്നാലും ഞങ്ങൾ അതിന് തയ്യാറാകേണ്ടി വരും. ഈ പാവപ്പെട്ട പ്രവർത്തകന്മാർ സഹിച്ച ത്യാഗത്തിന്റെ വീര്യം ആരും വിസ്മരിച്ചു പോകരുത്. നഷ്ടപ്പെട്ടുപോയ KTC അബ്ദുൽ ഖാദർ ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. നഷ്ടപ്പെട്ടുപോയ മുഹമ്മദ് ആജിയെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. നഷ്ടപ്പെട്ടുപോയ നിരവധി പാവപ്പെട്ട സുന്നി പ്രവർത്തകന്മാരെ ഓർമ്മയുണ്ട്. ഞാൻ ഇവിടുത്തെ വിഘടിത വിഭാഗത്തോട് ചോദിക്കുന്നു, കഴിഞ്ഞകാല ഈ സംഘടനയുടെ ചരിത്രത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ളൊരു പൂജ നഷ്ടപ്പെട്ട ഗതി നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഈ പ്രസ്ഥാനത്തിന്റെ കാരണത്താൽ ഞങ്ങൾ ഇതുവരെ സഹിച്ചു, മൂക്കോളം സഹിച്ചു, അല്ല മൂർധാവ് വരെ സഹിച്ചു. ആ സ്നേഹനം ഭീരുത്വമായി കണ്ടിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ മനസ്സുപോലും ലജ്ജിക്കത്തക്ക രീതിയിൽ ഒരു സമുദായത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ കറുത്ത കരങ്ങളിലൂടെ റബ്ബിന്റെ പള്ളിയും മദ്രസയും ആക്രമിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ സമുദായത്തിന് അപമാനമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ മുസ്ലിം ഉമ്മത്തിന് അപമാനമാണ്. നിങ്ങൾ ഈ സമുദായത്തിന്റെ അന്തത നശിപ്പിച്ചിരിക്കുകയാണ്. ചില ആളുകളൊക്കെ, ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ പള്ളി സന്ദർശിക്കാൻ വേണ്ടി പോയി. അത് ഇടതു പ്രസ്ഥാനമുണ്ട്, വലതു പ്രസ്ഥാനമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അവരോട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ വേദനയിൽ പങ്കിട്ടവരോട് ഞങ്ങൾ നന്ദി പറയുക. പക്ഷേ ആ സഹകരണം നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥതയിൽ നിന്നാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പള്ളി സന്ദർശിച്ചു പോയ ഒരു വിഭാഗത്തോട് അവിടെയുള്ളൊരു വിഭാഗം തന്നെ ചോദിച്ചു പോലും, നിങ്ങൾ അപ്പള്ളിന്ന് മകരിബ് വെക്കരിച്ചിട്ടുണ്ടെങ്കിൽ മകരിബ് മാറ്റി വെക്കരിക്കണം, അത് പള്ളിയല്ല. ഇവരൊക്കെ ഏത് മണ്ണില? ഞങ്ങൾക്കറിയാം, കൊട്ടിലയിലുള്ള ഓണപ്പറമ്പിലുള്ള പരിസരങ്ങളിലുള്ള പാവപ്പെട്ട ഈ വിഘടിത വിഭാഗത്തിന്റെ അക്രമം അഴിച്ചു വിട്ടവരെക്കാൾ കൂടുതൽ ഞങ്ങൾ സങ്കടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഓണപ്പറമ്പിൽ ഈ പള്ളിയുടെ സ്ഥാപനം നടന്നപ്പോ തൊട്ടടുത്ത് വെച്ച് പ്രസംഗിച്ചൊരു മൗലവി ഞങ്ങൾക്കറിയാം. ഇത് മസ്ജിദുൽ മിറാറാണ്. ഇത് പ്രവാചകന്റെ പാരമ്പര്യത്തിന് വിരുദ്ധമായി മക്കയിൽ സ്ഥാപിച്ച അക്രമികളുടെ പള്ളി പോലത്തെ
ഒരു പള്ളിയാണെന്ന് പ്രസംഗിച്ച മൗലവി ഞങ്ങൾക്കറിയാം. ആവശ്യമെങ്കിൽ ആ മൗലവി ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും. നിങ്ങൾക്കതിൽ സംശയം വേണം. അത്തരത്തിലുള്ള വികാരം കേട്ടിട്ടാണ് ഈ പാവപ്പെട്ട പ്രവർത്തകന്മാർ ഇത് ചെയ്തത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിനോട് ഒരു പ്രതിബദ്ധതയുള്ള, ഈ സമുദായത്തോട് പ്രതിബദ്ധതയുള്ള, പോട്ടെ മനുഷ്യത്വത്തോട് പ്രതിബദ്ധതയുള്ളവരാണ് ചെയ്യോ ഇങ്ങനത്തെ ഒന്ന്? നിങ്ങൾക്ക് കാണാൻ കഴിയോ? ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇടറുന്ന തൊണ്ട പിടിച്ചു കെട്ടിയാണ് പ്രസംഗിച്ചിരിക്കുന്നത്. ആ ക്രൂരമായ അക്രമം നടന്ന മണ്ണിലൂടെ അന്ന് സന്ദർശകരായി വന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചെരുപ്പിന്റെ അടിയിൽ നിന്ന് ഞെരുങ്ങിപ്പൊട്ടിയത് ഗ്ലാസിന്റെ കഷ്ണങ്ങളാണ്. ഗ്ലാസുകൾ എറിഞ്ഞാലൊട്ടയും, പക്ഷേ സിമന്റ് തൊട്ടിച്ച ടൈൽസ് പോലും കുത്തിപ്പൊട്ടിച്ച അക്രമികൾ കാശ്മീരിലുള്ള തീവ്രവാദികളിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതേക്കാൾ അപമാനമാണ് ഈ വിഭാഗം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവരൊക്കെ ഈ ഇവർ തന്നെ കൈവക്കുന്ന ഒരു ഗതികേട് നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. ചിലരൊക്കെ ഞങ്ങളുടെ പ്രവർത്തകന്മാർ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ആക്രമിച്ചവരോടൊന്നും ഞങ്ങൾക്ക് പ്രതികാര ബുദ്ധി ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് പറയാനുള്ളത്, ആ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വന്നതാണെങ്കിൽ പരസ്യമായി അവർക്കെതിരെ നടപടി സ്വീകരിച്ച് ആണത്തം തെളിയിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞങ്ങളുടെ കാര്യം പറയട്ടെ, കേരളത്തിൽ ഓണപ്പറമ്പിൽ മാത്രമല്ല കാന്തപുരത്തിന്റെ പള്ളിയുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കാന്തപുരം വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. സൃഷ്ടാവായ റബ്ബിന് സുജൂദ് ചെയ്യാനുള്ള പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. കാന്തപുരത്തിന്റെ പള്ളികളിൽ ആയുധം സ്റ്റോക്ക് ചെയ്തിട്ടില്ല. കാന്തപുരത്തിന്റെ പള്ളികളിലും മദ്രസകളിലും ബോംബെറിയാൻ പഠിപ്പിച്ചിട്ടില്ല. കാന്തപുരത്തിന്റെ സംഘടനാ പ്രവർത്തകന്മാരെ അക്രമത്തിന് വേണ്ടി ബോധ്യപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്കറിയുമോ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെങ്ങാനും ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു സെക്കൻഡ് സമ്മതം തന്നാൽ നിങ്ങളത് ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ അച്ചടക്കമുള്ള പ്രവർത്തകന്മാരാണ്. സ്വന്തം നെഞ്ചിൽ കുത്തിയ കാറിന്റെ കത്തിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അരുതുമക്കളെ ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ക്ഷമിച്ച പ്രവർത്തകന്മാരാണ് ഞങ്ങളുടെ സംഘടനാ നേതാക്കൾ. ഇനി മരണം വരെ തിരിച്ച് നിങ്ങൾ ഇതിന്റെ പേരിൽ കുത്തു നിങ്ങളാരും വിചാരിക്കേണ്ട. ആ അക്രമം ഇസ്ലാമിന്റെ ഭാഷയല്ല. മഹാനായ വിശ്വഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ല് പൊട്ടിച്ച ശത്രുക്കളോട്, കാലിലെറിഞ്ഞ് ചോര പൊട്ടിച്ച ശത്രുക്കളോട്, നാടി കടത്തിയ ശത്രുക്കളോട് നിങ്ങൾ നന്നാകണം മക്കളെ എന്നാണ് ആ പ്രവാചകന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചതെങ്കിൽ, ആ പ്രവാചകന്റെ അനുയായികളായ ഞങ്ങൾക്കുള്ള ആഗ്രഹം നിങ്ങളൊന്ന് നന്നായി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആഗ്രഹം പൂവണിയാത്തതിൽ സങ്കടം. പ്രത്യേകതയുണ്ട്. ഞങ്ങളത് ഓണറിൽ പറഞ്ഞു. പറമ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്. തളിപ്പറമ്പിൽ നടന്ന ഞങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള കേസ് നോക്കിയാൽ തളിപ്പറമ്പിൽ മാത്രം അതിനുവേണ്ടി മാത്രം ഒരു കോടതി സ്ഥാപിക്കേണ്ടി വരും. അത്രയും എണ്ണം കേസുണ്ട്. പക്ഷേ ആ കേസുകളൊക്കെ പല ഇടപെടലുകളുടെയും പേരിൽ വെളിച്ചം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെതല്ല, ഭരണപക്ഷത്തിൻ്റെതല്ല, പ്രതിപക്ഷത്തിൻ്റെതല്ല, മുസ്ലിമിൻ്റെതല്ല, ഹിന്ദുവിൻ്റെതല്ല, മറ്റൊരു വിഭാഗത്തിൻ്റെതല്ല. കേരളീയ ജനതയുടെയാണ്, ഇന്ത്യൻ ജനതയുടെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാനായ ഗാന്ധിജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളും 947 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ആ സ്വാതന്ത്ര്യം വകവെച്ചുകൊണ്ട് ജീവിക്കാനുള്ള പൗരാവകാശം അത് നിലനിർത്താൻ വേണ്ടി ഇവിടെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കൽ ബഹുമാനപ്പെട്ട നിയമപാലകന്മാരുടെ ബാധ്യതയാണ്. അവിടെ രാഷ്ട്രീയം വിലങ്ങാകരുത്, അവിടെ ഇടപെടലുകൾ വിലങ്ങാകരുത്. സത്യത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഈ പറയപ്പെട്ട പ്രതികൾ ആരിടപെട്ടാലും
അടുത്ത കാലത്ത് വെളിച്ചം കാണാത്ത രീതിയിൽ അവരെ നിയമപരമായി സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മേലിൽ ഒരു വിഭാഗത്തിന് ഇത് ആവർത്തിക്കാനുള്ള പ്രചോദനം ലഭിക്കാത്ത രീതിയിലുള്ള ശിക്ഷാ നടപടികളിലേക്ക് പോകണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. തങ്ങൾ ഓണപ്പറമ്പ് സന്ദർശിക്കാൻ വേണ്ടി പോകണം. എല്ലാവരും ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. നമ്മുടെ ഒരുപാട് ജില്ലാ നേതാക്കൾ ഇനിയും പ്രസംഗിക്കാനുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോടാണ്. നാം ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ അവകാശികളാണ്. നാം ഒരു ധർമ്മ പ്രസ്ഥാനത്തിന്റെ അവകാശികളാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് വിലപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട്. ആ വിലപ്പെട്ട ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതുവരെ സഹിച്ച് ക്ഷമിച്ച് ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ബാധ്യത. പല വിധത്തിലും നമ്മെ തളർത്താൻ കഴിയാതെ നിരാശപൂർണ്ണ ശത്രുക്കൾ പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള കുതന്ത്രങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ക്ഷയിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മൺമറിഞ്ഞു പോയതും ജീവിച്ചിരിക്കുന്നതുമായ പ്രവർത്തകന്മാരുടെ ഉറ്റുവീണ രക്തത്തുള്ളികളിൽ നിന്ന് ആവേശത്തിന്റെയും ധർമ്മത്തിന്റെയും ഛായ നാം ഏറ്റുവാങ്ങി ഈ പ്രസ്ഥാനത്തെ ഇനി കേരളത്തിന്റെ മണ്ണിൽ ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടാകാത്ത രീതിയിൽ വ്യാപിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വളർത്തിക്കൊണ്ടുവരാനും വേണ്ടിയുള്ള ശക്തമായൊരു പ്രതിജ്ഞ ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ എടുക്കണമെന്ന് സാന്ദർഭികമായി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ ഗാന്ധിജിയും രാഷ്ട്രനായകന്മാരും സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യ രാജ്യത്ത് ഇതുവരെ വെളിച്ചം കാണാതെ ഏതോ മൂലിലിരുന്ന മുക്കിലിരുന്നിട്ട് മീൻ പിടിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തപ്പിത്തടഞ്ഞൊരു ജീവിച്ച ഈ വർഗത്തിനെ ഇവിടെ അവകാശമുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യമല്ല മക്കൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നടക്കും. നിങ്ങളാരും മനസ്സിലാക്കണം. രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടെങ്കിൽ SYS അതിന്റെ പ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്, SSF അതിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളുടെ പള്ളികൾക്കും മദ്രസകൾക്കും അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്. അത് നിലനിൽത്താൽ ഞങ്ങൾ ഏതറ്റം വരെ വേണ്ടി പോകേണ്ടി വരുമോ അതിന് ഞങ്ങൾ തയ്യാറാണ്. അത്തരം ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കരുത് എന്ന് മാത്രം അവരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പൊ ഒരു പുതിയൊരു അധ്യായമുണ്ട്. എന്താണെന്നറിയോ? ഈ കേസിന് കൗണ്ടർ കേസ് വന്നിട്ടില്ല. ഈ കേസിൽ ഇപ്പൊ കുടുങ്ങിയത് അവിടെയാണ്. കൗണ്ടർ കേസില്ല. കാരണം എന്താണെന്നറിയോ? പോലീസ് ഉദ്യോഗസ്ഥന്മാര് നേരിട്ട് അനുഭവിച്ച സത്യം അതാണ്. ആ അനുഭവിച്ച സത്യത്തിന്റെ പേരിൽ ആരാണ് അക്രമികൾ എന്നവർക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ശക്തമായ നടപടിയിലേക്ക് പോകുമ്പോ നമ്മുടെ വികാരത്തെ ഇക്കിളിപ്പെടുത്തി ആരെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ വികാരത്തിന് അടിമപ്പെടാതെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ധർമ്മപരമായ മുന്നേറ്റത്തിന് വേണ്ടി നാം ഊർജം പകരണമെന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഓണപ്പറമ്പിൽ നടന്ന സംഭവം ഇതൊന്നല്ല. ഓണപ്പറമ്പിൽ നടന്ന സംഭവം ഇത് രജിസ്റ്റർ ചെയ്ത കേസിൽ 5ാമത്തിൽ അധികം കേസുണ്ടാകും. ഈ കേസുകളിലൊക്കെയും നമ്മുടെ പ്രവർത്തകന്മാർ 100% നിരപരാധികളാണ്. അവിടെ നമ്മുടെ പ്രവർത്തകന്മാർ ഒരു തെറ്റും ചെയ്തിട്ടല്ല. ആരെയും തല്ലാൻ പോയിട്ടില്ല, ചീത്ത വിളിക്കാൻ പോയിട്ടില്ല, കൂക്കി വിളിക്കാൻ പോയിട്ടില്ല, എറിയാൻ പോയിട്ടില്ല, ആക്രമിക്കാൻ പോയിട്ടില്ല, ആക്ഷേപിക്കാൻ പോയിട്ടില്ല. പക്ഷേ എന്താണ് അതിൽ ഉണ്ടായ കാരണം എന്നറിയുമോ? സമാധാനപരമായി അള്ളാഹുവിന്റെ ദീനാകുന്ന പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച് അവിടെ സുന്ദരമായ റബ്ബിന്റെ ഒരു പള്ളി വന്നു, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന മദ്രസ വന്നു, ഒരുപാട് പാവങ്ങളിലേക്ക് സഹായമെത്തിക്കുന്നു. അങ്ങനെ ആ പ്രദേശത്തുള്ള ജനങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ സത്യസന്ധത മനസ്സിലാക്കി പലരും നമ്മിലേക്ക് ഇങ്ങനെ അടുത്തു വരുന്നതിലുണ്ടായ ശക്തമായ അസൂയയാണ് ഇതിന്റെ കാരണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള മറുപടി ഒന്നേ ഒന്ന് മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിങ്ങൾക്കൊരു മറുപടി നൽകിയിട്ടുണ്ട്. മൂത്തതികളിലേക്കും നിങ്ങളുടെ കോപത്തോട് നിങ്ങൾ മരിച്ചോ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മറുപടി മാത്രമേ ആരുള്ളൂ. പക്ഷേ ഈ കരങ്ങളുടെ വ്യക്തത നിങ്ങൾ മനസ്സിലാക്കണം. ഈ കരങ്ങൾ ഒരു ചെറിയ കരയല്ല. ഈ കരങ്ങൾ ഒരു ചെറിയ കരയല്ല. ഇരിക്കട്ടെ, ആരാണ് ഈ കരങ്ങൾ എന്നറിയോ? ഖുർആൻ പ്രവർത്തിച്ചു, വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളികളിൽ ആരാധനകൾ മുടക്കുന്നവരെക്കാൾ വലിയൊരു അക്രമി വിഭാഗം ആരാണ് ഇവിടെ ഉള്ളത് എന്ന് ലോകത്തോട് ഖുർആൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ അക്രമി വിഭാഗത്തിന്റെ കരങ്ങളാണിതെന്ന് മാത്രം ഈ സമുദായം തിരിച്ചറിഞ്ഞാൽ മതി. ഇനിയെങ്കിലും അവർ കോശാന പാടുന്നവർ,